ചിക്കൻ്റെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ബാക്കിൽ പിടിച്ചിട്ട് കത്തി ഇങ്ങനെ എടുക്കണം. അത് സിമ്പിൾ പരിപാടി കേട്ടോ. കത്തി ഈ കോറ ഇങ്ങനെ ഇടണം. ഈ കുഴി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതാ ഒറ്റ വലി. അതുപോലെ തന്നെ കൗത്തിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇതാ ഒറ്റ വലി ഇങ്ങനെ വലിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ മധൂത്ത് ഉണ്ടാക്കാൻ പോകും, ചിക്കൻ മധൂത്ത്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം, സഹകരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് വെളുപ്പിൽ ഒരു തുളിക്കട്ടെ. പെണ്ണുങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്ലീനിങ് വരെ കഴിഞ്ഞ് എടുപ്പിച്ചാല പരിപാടിയാണ്. പക്ഷെ അത് നടക്കൂല. ഞാൻ അവർക്ക് മാത്രം ചോറിനാക്കാൻ പറ്റുള്ളൂ എന്നൊരു കാഴ്ചപ്പാടാണ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കൽ ഒരു വലിയ സംഭവമാണ് എന്നൊരു കാഴ്ചപ്പാടിൽ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്നും നമുക്കൊരു പണിയിട്ട് തോന്നില്ല. നമുക്കിപ്പോൾ ഇത് കണ്ടിട്ടും പറഞ്ഞാൽ ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്താ നമുക്ക് ചിലപ്പോ കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ ചോറ് തിന്നാം. അതിൽ എന്തെങ്കിലും ഒന്ന് ആവും. വെറും ചോറ് വെച്ചോ. എന്തായാലും വെറും ചോറ് അത് വേണ്ടിയില്ല. വെറും ചോറ് ഇത് ഇപ്പച്ചി ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പച്ചി ഉണ്ടാക്കിയ അച്ചു പറയും പോയോ തിന്നോക്കിട്ടില്ലേ? പറ്റൂ തൊളിക്കൊക്കെ പറ്റൂ. തിന്നോക്കെ പറ്റൂ. ഇതൊക്കെ എന്ത് ഇപ്പച്ചിക്ക്? ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്ത്? പക്ഷെ ഇത് ഉള്ളി വെച്ചാൽ ഹെൽപ്പർമാര് വേണട്ടോ. ഇത് മെയിൻ പണിക്കാർ ഈ ഉള്ളിയൊന്നും പഠിച്ചൂല. അത് കൈപ്പണ്ടാന്റെ പണിയാണ്. ഇത് മെയിൻ പണിക്കാരെ കൊണ്ട് നമ്മള് കൈയ്യേക്കി ഇരിക്കും. എന്നിട്ട് ഫുഡ് ഇങ്ങനെ വിളമ്പി തരിക. എന്നിട്ട് നമ്മള് തിന്ന് കഴിഞ്ഞിട്ട് കടന്നു പോകും. ഉള്ളി പൊളിച്ചു വെച്ചോ? എന്തൊക്കെ സ്വയം നോക്കുക. നല്ല കഷ്ടപ്പാടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ നടക്കൂല. ആദ്യം തന്നെ ഒരുങ്ങിയതല്ലേ, നടക്കട്ടെ. കണ്ണും കാണില്ലേ? ഹിമപ്പിച്ച് മണിക്കൂടെ ഇത് കണ്ണ് കാണാത്തോണ്ടല്ലേ അനക്ക് ചോറും കറി ഉണ്ടായി തരുന്നേ. നമ്മളെ ഗതി നമ്മളെ ഉള്ളിയല്ലേ അത് ഒലിച്ചിടണം കാണിച്ചിട്ടുണ്ട്. ഇഞ്ചി അരണ്ടാൻ പോകണം. ഇഞ്ചി അരണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഷ്ണം ഇഞ്ചി എടുത്തത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തത്. ഒരു കഷ്ണം മതി ഇഞ്ചി. ഇത് മതി വെളുത്തുള്ളി. അത് ഇഞ്ചി അഭിപ്രായം പറയേണ്ടത് ഞാൻ തീരുമാനിച്ചോണ്ട് എന്തൊക്കെ എന്താ ചെയ്യുന്നത്. ഉത്തരവ് കൊണ്ടാണ് നന്നാവും കേട്ടോ. വല്ലുള്ളി വേണ്ടേ? എന്നാ ചിലപ്പോൾ വാതിൽ വെച്ച് മുണങ്ങിക്കോണ്ടി. വല്ലുള്ളി വേണ്ടേ? അതൊക്കെ ഞാൻ എന്താ വേണ്ട ഞാൻ എടുക്കും. ആവശ്യമില്ല. അതൊന്നും ആരും പറഞ്ഞ ഉണ്ടാണ് നിൽക്കുക. മനസ്സിലായി. തീരെ തളിച്ചോളൂ നമുക്ക്. കഷ്ടപ്പാടട്ടോ ഫുഡ് ഉണ്ടാക്കല്. ഗൾഫിലൊക്കെ ചോറ് വെക്കുമ്പോൾ കരുതി കണ്ടുണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെ കാര്യം. വലിയ ആളായി കണ്ടേ ഓല മുന്നില് വേറെ ആൾക്കാരെ മുന്നിൽ ആളാവാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ, മുന്നിക്ക് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇങ്ങനെ വെട്ടി. അപ്പൊ മധുഹൂത്തക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളിയാണോ? നമുക്കറിയില്ല. തക്കാളി എടുത്തിട്ടുണ്ട്. 5 പീസ് തക്കാളി ചെറുതാണ്. അപ്പൊ 5 പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിന് പാത്രം തുറക്കാൻ വേണ്ടി ട്രെയിൻ കൊണ്ടുപോയി. അപ്പോൾ മുളകിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് ആവുകൊണ്ടേ ഒരു 5 പീസ് മുളക് കൊടുത്തു ഞാൻ. ചെറിയ എരുണ്ടായിക്കോട്ടെ, മലയാളം നമ്മൾ സൗദികളൊന്നും അല്ലല്ലോ. അപ്പോൾ എരുണ്ടായിക്കോട്ടെ കുറച്ച്. ആ മുളക് കേകി വെളുത്തുള്ളി തൊലിച്ച് കഴിഞ്ഞു. ഇഞ്ചി ചിരണ്ടി വെച്ചിരുന്നു. ഇഞ്ചി ഒരു നുറുന്നൂറാക്കാം. ഇഞ്ചി നുറുക്കിയതാക്കിയാണ് മിക്സിയിൽ അരിയാൻ വേണ്ടിയിട്ട്.
ഇഞ്ചി ചെറിയ പച്ചമുഞ്ച പീസാക്കിയാണ്. അപ്പം ഇഞ്ഞത് മിക്സിയിൽ അരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ കഷ്ണം കിടക്കും. ഇത് മതി ഇഞ്ചി കേട്ടോ, തോനാച്ചു അയക്കും ഇഞ്ചി. എന്നാൽ തക്കാളി കൂടെ കേകിച്ചിട്ട് അപ്പം തക്കാളി കേൾക്കാണ്ട് തക്കാളി വെച്ചിട്ടുണ്ടോ, ഒരു 4 പീസ് 5 പീസ് തക്കാളി വെച്ചിട്ടുണ്ട്. ചെറുതാണ് തക്കാളി, അതാണ് 5 പീസ് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയത് കുരുമുളക് കൂടെ ഉണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഞാനിവിടെ തയ്യാറാണ്. അപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ല, നമ്മൾ കോഴിക്കുമ്പോഴാണ് കോഴി എന്ത് ചെയ്യാം, ചിക്കൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടി ചിക്കൻ കൊടുക്കുന്നതിന്. അപ്പോൾ ചിക്കൻ നമ്മൾ സ്കിന്നോടുക്കാൻ തോലോടുക്കാൻ കൊടുക്കുന്ന ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കൈ 2 കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുക. ഇങ്ങനെ തോലോടുക്കാൻ കൊടുക്കുന്ന ചിക്കനാണ്. പിന്നെ നമ്മൾ ചിക്കൻ എന്ത് ചെയ്യാം, ഇങ്ങനെ ചിക്കൻ്റെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് വേക്കോട് പിടിച്ചിട്ട് കത്തി ഇങ്ങനെ എടുക്കും. അത് സിമ്പിൾ പരിപാടി കേട്ടോ. കത്തി ഈ കോറയ്ക്ക് ഇങ്ങനെ ഇടണം, ഈ കുഴിക്ക് ഇട്ടിട്ട് ഇതാ ഒറ്റ വലി. അതുപോലെ തന്നെ കൗത്തിന്റെ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇതാ ഒറ്റ വലി ഇങ്ങോട്ട് വലിക്കും. അപ്പൊ കത്തി കോഴിയായിട്ടോ, ചിക്കനായി നമ്മൾ ചിക്കൻ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഈ കോഴിന്റെ നെയ്യ് ഉണ്ടല്ലോ, ഇത് എടുക്കണില്ല, ഒഴിവാക്കാണ്. ഇത് കഴിഞ്ഞു. എല്ലുണ്ടാവും ഇവിടെ, ഈ എല്ലിതാ, ഈ എല്ലും ഇങ്ങനെ ഉണ്ടോ മുടന്തി പൊടിച്ചിട്ട് ഇതാ ഈ എല്ലിങ്ങനെ ചോരണ്ടാവും ഈ എല്ലിന്. അപ്പൊ ഈ എല്ല് എല്ലാവർക്കും അറിയില്ല, ചോരല്ല ചിലർക്ക്. ഇതാ ഇതിങ്ങനെ ചോര വരും ഈ എല്ലുമ്പിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടോ. അതുപോലെ എല്ലുമ്പ് പിന്നെ പോയിക്കണ എല്ലില്ല അവിടെ. അപ്പൊ നമ്മൾ ചിക്കൻ പൊളിച്ചിട്ടോ. എത്ര പരിപാടിയേ ഉള്ളൂ ചിക്കൻ, സിമ്പിളായിട്ട്. ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് കേക്ക് എടുക്കട്ടത്, ഒന്ന് കേക്ക് എടുക്കാം പോട്ടെ. ചിക്കൻ കേൾക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ കേൾക്കാൻ പോവാണ്. ചിക്കൻ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കോഴി ഇതാ ഇങ്ങനെ ഡിക്ക് എന്ത് ചെയ്യാം, സിമ്പിളാണ് കേൾക്കാനൊക്കെ കേട്ടോ, പെട്ടെന്നുണ്ട്. ഇതാ ഈ പോളിയൊക്കെ എടുത്ത് നെയ്യൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഇതാ ഈ കുയ്യിൽ നെയ്യ് ഉണ്ടാവും, ഈ പറിച്ചെടുക്കുക. സിമ്പിളായിട്ട് ഈ കുയ്യത്തത് ഇവിടെ കുയ്യ ഉണ്ടാവും, എല്ലിൻ്റെ അവിടെ കുയ്യ. അതിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ചോറും കാര്യങ്ങളും പോകും. അപ്പോൾ വൃത്തിയായി ആ അത് കണ്ടോളി. കണ്ടിട്ട് പിന്നെ തീരുമാനിച്ചാൽ മതി തിന്നല്ലേ ഇങ്ങനെ. അതൊക്കെ വല്ലാത്ത ജാതി. ഇതാ ഒരിടം തിന്നാൽ വീണ്ടും തിന്നുന്ന മധുവിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഒരു വട്ടം തിന്നാൽ വീണ്ടും കൈ. അപ്പോൾ കോഴി കേകിക്കൊണ്ടിരിക്കുകയാണ്. കോഴി കേകിൽ ഏകദേശമൊക്കെ ആയി കേട്ടോ. കോഴി കേകിൽ ഏകദേശമൊക്കെ ആയി. അപ്പോൾ കോഴി നമ്മൾ കേകി കഴിഞ്ഞു ഇതട്ടോ. ഒറ്റ ഉള്ളി എടുത്തിട്ടുള്ളൂ ഞാൻ, തോന ഉള്ളി എന്ന് പറയുന്നില്ല, ഒരൊറ്റ ഉള്ളി. അത് വെട്ടിയിട്ട് നല്ല പൊളിച്ചിട്ട് ഇതാ പൊളി വെച്ചിട്ട് നല്ല വൃത്തിയാക്കി, ഉള്ളി പൊളിച്ച് വൃത്തിയാക്കിന് നല്ല വൃത്തിയാക്കിട്ടോ. ഉള്ളി തക്കാളി വെട്ടി അരിയാം മിക്സ് ചെയ്ത്. ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്, 5 ചെറിയ തക്കാളി എടുത്തിരുന്നത്. അതുകൊണ്ട് 5 എടുത്തിട്ടുണ്ട് ഞാൻ. 4 മതി, 5 വേണ്ട, കോഴി കുറച്ചല്ലേ ഉള്ളൂ. അതുപോലെ മുളക് ഞാനിതിന് 2, 4, 5 മുളക് എടുത്തിട്ടുണ്ട്, 6 മുളക് എടുത്തിട്ടുണ്ടോ. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു 10-12 പോകണ്ട്, ചെറിയ പുള കൊണ്ട് വെട്ടുന്നു. പിന്നെ ഇഞ്ചി ഒരു 5 കഷ്ണം ഇഞ്ചി, 4 കഷ്ണം ഇഞ്ചി എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് ചതക്കണം. നമുക്ക് ഇത് അരക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഞാൻ കുക്കർ ഇതാ 5 കിലോ ഒക്കെ കുക്കറാണ്. കുക്കർ എടുത്ത് 5 കിലോ വെക്കുന്ന കുക്കറാണ് എടുത്തുന്നത്. ഇത് കണ്ടില്ലേ. നമുക്ക് തീ കത്തിക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇതിക്ക് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഞാൻ ചോറിൽ എണ്ണയോട് വേണ്ടേ, പിന്നെ ഒഴിക്കൂല ചോറ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ. മധുത്തർക്ക് അഭിപ്രായം പറയാം. എണ്ണ ഇതിനു ശേഷം എന്ത് ചെയ്തു, ആ വെട്ടി ഉള്ളി ഇതാ വെട്ടി സവാള ഇതിക്കിട്ടു. വെട്ടി സവാള ഞാൻ ഇതിക്കിട്ടു കേട്ടോ. ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, പട്ട ഇട്ടിട്ട് ഞാൻ കുറച്ച് പട്ട ഇട്ട് തരണം. അതുപോലെ ഏലക്കായി
കുറച്ച് ശകലം ഏലക്കായി ഇട്ടോ, അല്പം ഏലക്കായി ഇട്ടു. കാരാമ്പൂവ് ഇട്ടു കുറച്ച്, ആവശ്യത്തിന് കാരാമ്പൂവ് കണ്ടില്ലേ, 10 പൂ കാരാമ്പൂവ് ഇട്ടു. അപ്പോൾ നാരങ്ങ കേട്ടോ, നാരങ്ങ ഈ ഉണക്ക നാരങ്ങ ഞാൻ ഒറ്റ നാരങ്ങ ഇട്ടിട്ടുള്ളൂ. ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ 5 റുപ്യ ഒന്നിന് വില. അപ്പോൾ ഞാനത് കുറച്ച് ബിസ്ക്കറ്റും കാട്ടുകയാണ്. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കൂല, ഗൾഫിലിപ്പോൾ മുതലന്മാർ കൊടുത്തിരുന്നുണ്ട്. ഇനി മാഗി കൂബിൻ്റെ ഒരു കഷ്ണം ഉണ്ട്. ഞാൻ ഈ മാജി കോയിൻ്റെ കട്ടുണ്ടല്ലോ, മാജി എന്താ ആ കട്ടൻ്റെ ഒരു കഷ്ണം ഇടുന്നുണ്ട്. ഒരു കട്ട മതിയോ? ഒരു കട്ട മതിയോ? ഒന്നുകൂടി ഇടുന്നുണ്ട്. ഈ പൊട്ടും പാട് ഇടുന്നുണ്ട്. ഓവറായാലും ഒരു കുത്ത് വരും, ഒരു മയക്ക വരും. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഇടുന്നുള്ളൂ ഞാൻ. ഇത് വെറുതെ ഇട്ടുണ്ട് 5 വിലയുണ്ട് ഇതിന്. നമ്മൾ കൂടി നോക്കണമല്ലോ. പെണ്ണുങ്ങൾക്ക് കൂടി ഇളക്കി കൊടുത്തിട്ട് ഞാൻ. അപ്പോൾ ഉള്ളി വഴഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അടിച്ച പേസ്റ്റാണിത് ഒഴിക്കണം. അത് ഒഴിച്ചിട്ടോ, തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അടിച്ച് പേസ്റ്റ് ചെയ്തു. നമ്മൾ നല്ലോണം അടിച്ചു കൊടുക്കും. മധുവത്തിൻ്റെ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇടാം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഞാൻ 1.5 സ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അത് മധുവത്തിൻ്റെ മസാല ഇല്ലാത്തതുകൊണ്ടേ അവിടെ കിട്ടൂല. അപ്പോൾ ഞാൻ വാങ്ങാതെ പോകുന്നത്. കപ്സിൻ്റെ മസാല ഉണ്ട്, അത് പറ്റൂല അതിന്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാല ആവശ്യം എടുക്കുകയാണ് കേട്ടോ. 1.5 ടീസ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട്. എരിവുണ്ടാവില്ലേ? എരിവ് വേണ്ട. പിന്നെ ഇത് ചിക്കൻ മസാല എരിവുണ്ടാവില്ലേ? ചിക്കൻ മസാല എരിവുണ്ടായി കൂടെ, നമ്മൾ മലയാളികളല്ലേ, നമ്മൾ അമേരിക്കാരൊന്നല്ലല്ലോ, എരിവ് പറ്റൂല നമുക്ക്. അപ്പോൾ എരിവുണ്ട് ഇവിടെ കുറച്ച്. പിന്നെ ഇതിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്താ കുട്ടാ കുറച്ച് കമ്മിയാക്കാരം. എന്നുവെച്ചാൽ ഇത് അരി പുതിർത്തിയാണ്, നല്ലോണം പുതിർത്തിയിട്ടാണ് വെക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വെള്ളമായിട്ടോ, വെള്ളം ഒഴിച്ചാണ്. ഈ ഉപ്പ് നോക്കണം, നമ്മൾ ഉപ്പ് നോക്കുന്നത് നോമ്പാവുകൊണ്ടേ. പിന്നെ ടെസ്റ്റ് ചെയ്ത ഉപ്പ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് വരിക. നല്ല സ്മെല്ല് പറഞ്ഞാൽ നോൻപാണ്, നിങ്ങൾ മാറ്റിയാൽ മതി. ഇല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ കോഴി ഇടാൻ പോകട്ടെ. ചിക്കൻ തരോ, ചിക്കൻ നന്നായിട്ട് ഒരു പീസ് പോതിയാക്കിയിട്ട് ഇടുന്നു കേട്ടോ. കേക്കിയാണ്, നല്ല കേക്ക് വൃത്തിയാക്കിയാണ്. ഇനി അത് അങ്ങനെ തന്നെ ഇടുകയാണ്. ഇതാ കുക്കർ കിട്ടും കേട്ടോ. നല്ലോണം തിളച്ചാൽ നമ്മളെ മസാല പിടിക്കണം. അതിൽ കുക്കറിൽ അപ്പം ഇന്ന് മധുഹത്തിൻ്റെ കൂടെ നമ്മൾ ബ്രോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബ്രോസ്റ്റ് തന്നെ ഫുള്ള് ഞാൻ കാണിക്കണില്ല. ബ്രോസ്റ്റ് ചെറുമട്ടത്തിൽ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പെണ്ണും കുട്ടിയൊക്കെ ഒരു ബ്രോസ്റ്റ് വേണം പറഞ്ഞപ്പോഴേ അതിൻ്റെ കൂടെ ബ്രോസ്റ്റും ഉണ്ട് മധുഹത്തിൻ്റെ കൂടെ. അപ്പോൾ ബ്രോസ്റ്റ് നമുക്ക് ഇങ്ങനെ തൽക്കാലം പൊടിയിടുന്ന മാത്രം എടുത്തിട്ടുള്ളൂ. ഞാൻ കോഴി പട്ടണമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തൽക്കാലം ചെറുതാക്കിക്കാണ്. സാധാ ബ്രോസ്റ്റിൻ്റെ കട്ടിങ് ഒന്നല്ല എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പൊടി ഞാൻ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒപ്പിച്ച ബ്രോസ്റ്റാണ്. തൽക്കാലം ഒരു പേരിൻ്റെ ബ്രോസ്റ്റ് അറിയാം, അതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ബ്രോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിക്ക് കാലിൻ്റെ പീസ് മാത്രമേ ബ്രോസ്റ്റിൻ്റെ കട്ടിങ്ങിൽ എടുത്തിട്ടുള്ളൂ. മറ്റൊക്കെ ചെറുതാക്കിയാണ്ട് ഒപ്പിച്ചിക്കല്ലേ അരക്ക് കോയിട്ടേ. അല്ലാതെ ഇപ്പോൾ ഒക്കൂല്ല. കോഴിക്ക് ഇപ്പോൾ 250 കൊടുത്താൽ മുതലാവില്ലല്ലോ. എന്നും ബ്രോസ്റ്റിനെ കൊടുത്താൽ 10 സെൻറ്റ് സ്ഥലം വെക്കേണ്ടി വരും, അതേപോലെ ലോൺ കൊടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമുണ്ടാവില്ല. കുട്ടിയൊക്കെ നിന്നപ്പോൾ ഇതൊക്കെ മതി. ഇങ്ങനെ ബ്രോസ്റ്റ് പറഞ്ഞാണ്. ഇവർക്ക് ഇപ്പോൾ മൈദയിൽ നോക്കി പൊരിച്ചാലും കോഴിക്ക് ബ്രോസ്റ്റ് ആയല്ലോ. അപ്പോൾ ഇന്ന് ഞാനത് പൗഡർ ഇട്ട് കാണല്ലേ നല്ല മട്ടൻ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു
ഇത് പൊടി ഒന്ന് പൊടിച്ചോട്ടെ, നമുക്ക് തെല്ലായിൽ വെക്കത്. ഇത് പൊടി ഇത് അത്ര വലിയ മുന്തിയ പൊടിയൊന്നുമല്ല, ഇത് എനിക്കവിടെ കുറച്ചെത്തിയ പൊടിയാണ്. ഇത് ഞാൻ അതിൽ ഉപയോഗിച്ച പൗഡറൊന്നുമല്ല, വേറെ കമ്പനീൻ്റെ പൊടി തന്നപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞു, പൗഡർ ഇട്ടു. അപ്പോൾ നമ്മൾ റോസ്റ്റ് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പൗഡർ ഇട്ട് കഴിഞ്ഞു, നമ്മൾ നല്ല കൂളിങ്ങിലെ തെല്ലായിലേക്ക് വെക്കാൻ പോകണത്. ഒന്ന് പൊടി എല്ലാം ഒന്ന് പൊടിക്കട്ടെ. എന്നിട്ടതൊരു അപ്പോൾ തിളച്ചിട്ടോ, നല്ല തിളച്ച് വന്ന് നമ്മൾ ചിക്കന്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അരിടാൻ പോകണേക്ക് അരിടാൻ പോവാണ്. അരി ഞാൻ കേക്ക് പുതിർത്തി വെച്ചാട്ടോ, 1 മണിക്കൂർ മുൻപ് അരി പുതിർത്തി വെച്ചതാണ്. ഇപ്പം നമ്മളത് 1 കിലോ റൈസാണ് അതിന് എടുത്തത്. ഈ ചോറുണ്ടാക്കാൻ, ഈ മധുവത്ത് ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ റൈസാണ് ഞാൻ എടുത്തത്. അപ്പോൾ അരി നല്ല കേക്കിയാണ്, എല്ലാം കേക്ക് നല്ല ബസ്മതി അരി കേട്ടോ, വൈറ്റ് ബസ്മതി അരിയാണ്. അരി ഇട്ട് കഴിഞ്ഞാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇത് കോഴി എന്ത് ചെയ്യുന്നത് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അരിക്കൊന്ന് ആവുന്ന. എന്നിട്ട് കോഴി എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് പൊന്തിച്ച് കൊടുക്കണം. ഈ ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റവും പൊന്തി ഇതിൽ വെച്ചെടുക്കണം, അല്ലെങ്കിൽ പിന്നെ കോഴി അടിയിലേ വരുള്ളൂ. അപ്പോൾ ചോറിൻ്റെ മുകളിൽ കോഴി വരണം. അരി നല്ലോണം ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക അരി. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ടോ. ഞാൻ കോഴി മുകളിൽ വന്നതാണ്, ഞാൻ മൂടാൻ പോവാണ്. ഇത് കുക്കർ അടച്ചേക്കാൻ പോവാണ്. ഞാൻ കുക്കർ അടച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു 12 മിനിറ്റാണ് നമ്മളെ ഇതിൻ്റെ വേവ് കേട്ടോ. കറക്റ്റ് 12 മിനിറ്റ് കൊണ്ട് നമ്മളെ സാധനം ഇവിടെ റെഡിയാവും. അതിന് കുക്കർ മൂടി. അപ്പം നമ്മൾ മധുവത്ത് റെഡി ആക്കണം കേട്ടോ. ഇനി നമ്മൾ മധുവത്ത് തുറക്കാൻ പോവാണ് പാത്രം. നമ്മൾ ടേസ്റ്റോടുള്ള അറബി മധുവത്ത് ഇതാ പൊട്ടിക്കാൻ പോവാണ് കുക്കർ. ഇതാ കണ്ടോളി, നല്ല എന്തായിക്കണോ നോക്കാം നമ്മൾ. ചിലപ്പോൾ നോക്ക് വിളിച്ച് വെള്ളം ഉണ്ടോ എന്താണെന്ന് അറിയില്ല. നല്ല റെസിപ്പിയില്ല, ചോറ് നല്ല ഇതിലേക്കാണ്, നല്ല ബന്ധം ചെയ്തിരുന്നത് കേട്ടോ. ചോറ് നല്ല പാകത്ത് വേവിക്കണം, നല്ല അടിച്ചപ്പൊടി മധുവത്ത് കഴിക്കണം. മധുവത്ത് റെഡി ആയിട്ട് അപ്പം നമ്മൾ കോഴി എടുക്കാൻ പോവാണ്, ചോറും കോഴിയൊക്കെ എടുക്കാൻ പോവാണ്. ഇതാ ഈ പറഞ്ഞ മധുവത്ത് റെഡി ആയിക്കണം. അപ്പം നമ്മൾ ചോറ് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ ഗൾഫിലുണ്ടാക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ആര് പെട്ടെന്ന് വരുന്നേരം 1/2 മണിക്കൂറിൻ്റെ സംഗതി റെഡിയാക്കാൻ പറ്റിയൊരു വിഭവമാണ് മധുവത്ത് ചിക്കൻ. അപ്പം നമ്മൾ മധുവത്ത് ഇവിടെ റെഡിയാക്കുന്നത്. മധുവത്ത് ഇതാ തട്ടിലാക്കിട്ടോ, മധുവത്ത് റെഡിയായി. നമ്മൾ കഴിച്ചാൽ മതി. ഇനി വാങ്ങ് കൊടുത്താൽ റെഡിയാക്കാൻ നിൽക്കുകയാണ്, വാങ്ങ് കൊടുത്താൽ മതി. നമ്മൾ മധുവത്ത് ഇവിടെ റെഡിയാണ്. ചിക്കൻ മധുവത്ത് ബ്രോസ്റ്റും ഒരു 4 പീസ് ബ്രോസ്റ്റും, അരക്കോഴി കൊണ്ട് ബ്രോസ്റ്റും അരക്കോഴി കൊണ്ട് മധുവത്തും, അങ്ങനെ സാധനമൊക്കെ റെഡിയാക്കാൻ. ഇനി പൊരിച്ചാൽ മതി, ചെറിയ ചെറിയ പീസായി പൊരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചിക്കൻ ബ്രോസ്റ്റുമായി മധുവത്തുമായി. മധുവത്താണ് നമ്മുടെ ഫുഡിങ് തന്നെയാണ്. മധുവത്ത് ഉണ്ടാക്കിയത്, കുറച്ച് ബ്രോസ്റ്റ് ഉണ്ടാക്കി ചിക്കൻ കൊണ്ട്, പിന്നെ നാരങ്ങ വെള്ളം, സമൂസ, വത്തക്ക, കുറച്ച് ഐറ്റംസ് തന്നെ ഉള്ളൂ. അപ്പം അജയ് അളങ്ങിനോ സച്ചിന് പറയലാണ്. അങ്ങനെയല്ല ഉസാറായിട്ടോ. എങ്ങനെ ഉണ്ടാച്ചോ? അല്ലാത്തന്നെ ഇഷ്ടം പോലെ തിന്നാൻ. തിന്നാനേ ആദ്യം അല്ലാത്തൊക്കെ കഴിച്ചേ, എന്നിട്ട് നമുക്ക് തരട്ടോ. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റും മധുവത്തൊക്കെ കണ്ടില്ലേ? നിങ്ങൾ അതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. സാധനം ഒന്ന് പെട്ടെന്നുള്ള സംഭവമാണ്. പിന്നെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ആ വെല്ലമണി ഒന്ന് കുത്തിപ്പൊട്ടിച്ചും ചെയ്യാം. അത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ.